ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു സ്ഥലം വരെ പോയാലോ? വേറെ എങ്ങുമല്ല കേട്ടോ, എൻ്റെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ്. മാറ്റപ്പാടത്തേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണ് ഈ മാറ്റപ്പാടം എന്നല്ലേ? വിഷുവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ നാട്ടിൽ നടക്കുന്നൊരു ചന്തയാണ് ഈ മാറ്റപ്പാടം എന്ന് പറയുന്നത്. മാറ്റച്ചന്ത എന്നും പറയാറുണ്ട്. പാലിയം കൊട്ടാരത്തിനടുത്തുള്ള സ്കൂൾ ഗ്രൗണ്ടിലാണ് ഈ മാറ്റച്ചന്ത നടക്കാറുള്ളത്. ദേ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് പാലിയം കൊട്ടാരത്തിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ. ദേ നോക്കിയേ, എത്ര മനോഹരമായിട്ടാണ് ഇവിടേക്ക് അലങ്കരിച്ചിരിക്കുന്നതെന്ന് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് ഞങ്ങളുടെ നാട്ടിലെന്ന്. ഇത് പാലിയത്തച്ഛന്മാരുടെ കാലത്ത് ആണ് ഈ ഒരു സമ്പ്രദായം തുടങ്ങി വെച്ചതെന്ന് കരുതപ്പെടുന്നു. അപ്പോൾ ഒരുപാട് വർഷങ്ങൾ പഴക്കമുണ്ട് ഈ സിസ്റ്റത്തിന്. നാണയ സമ്പ്രദായം നിലവിൽ വരുന്നതിന് തൊട്ട് മുൻപായി ആളുകൾക്ക് ആവശ്യാനുസരണ വസ്തുക്കൾ വാങ്ങാൻ വേണ്ടിയിട്ട് പാലിയത്തച്ഛന്മാർ ഏർപ്പെടുത്തിയതാണ് ഈ സമ്പ്രദായം. അതായത് നമ്മുടെ കയ്യിലുള്ള വസ്തുക്കൾ കൊടുത്ത് പകരം ആവശ്യമുള്ളവ വാങ്ങുക എന്ന രീതി. ഇപ്പോഴും പേരിന് മാറ്റമൊന്നും വരാതെ മാറ്റച്ചന്ത എന്ന് തന്നെയാണ് ഇവിടെ അറിയപ്പെടുന്നത്. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ആകെ 2 ദിവസം മാത്രമേ മാറ്റം ഉണ്ടായിരുന്നുള്ളൂ. ചെറിയ മാറ്റവും വലിയ മാറ്റവും എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. വിഷുവിൻ്റെ തലേദിവസങ്ങളിലാണ് നടക്കാറുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ മുസിരീസ് പൈതൃക പദ്ധതിയുടെ ഭാഗമാക്കിയതോടുകൂടി ചേന്നമംഗലം പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ അതിഗംഭീരമായിട്ടുള്ള സാംസ്കാരിക കലാപരിപാടികളോട് കൂടി തന്നെ ഒരാഴ്ച നീളുന്ന നല്ലൊരു വമ്പൻ പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത്. ചേന്നമംഗലം പാലിയം പുതിയ തൃക്കോവ ശിവക്ഷേത്രത്തിന് തൊട്ടുമുന്നിലായി കാണുന്ന പാലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് മാറ്റച്ചന്ത നടക്കാറുള്ളത്. ഇതാണ് എൻട്രൻസ്. ചിരട്ട കൊണ്ട് നിർമ്മിക്കുന്ന മകുടം കണ്ടിട്ടുണ്ടോ? ഇതാണ് ഇവിടുത്തെ പ്രധാന ആകർഷകമായിട്ടുള്ള വസ്തു എന്ന് പറയുന്നത്. കച്ചവടക്കാർ ലീസിനെടുത്താണ് ഇവിടെ സ്റ്റാളുകൾ ഇട്ടിരിക്കുന്നത്. 213ഓളം സ്റ്റാളുകൾ ഉണ്ടെന്നാണ് അറിവ്. ഓരോ സാധനങ്ങളെ കണ്ടും അതിൻ്റെ വിലയൊക്കെ ചോദിച്ചും അങ്ങനെ എല്ലാ സ്റ്റാളുകളൊക്കെ കയറി ഇറങ്ങി സ്ഥിരം വാങ്ങിക്കാറുള്ള എൻ്റെ ഒരു പരിപാടിയുണ്ട്. ചെടിച്ചട്ടിയാണ് ഞാൻ കൂടുതലായിട്ട് വാങ്ങിക്കാറുള്ളത്. ഇത്തവണ ചെടിച്ചട്ടിയും പിന്നെ ഏതായാലും വിഷുക്കണിക്ക് വെക്കാനായിട്ട് മയിൽപ്പീലി വാങ്ങിച്ചു. അതുപോലെ എനിക്കൊരു കമ്മൽ വാങ്ങി. മാറ്റച്ചന്തയിലേക്ക് പ്രവേശിക്കുന്നവർക്ക് തടസ്സമില്ലാത്ത വിധത്തിൽ വാഹനങ്ങളായിട്ട് നന്ദിയും കടപ്പാടും അറിയിക്കും. നിങ്ങളുടെ സഹായവും ഞങ്ങളൊരു വിഷുവിൻ്റെ തലേദിവസം വൈകിട്ട് 4 മണിയോട് കൂടിയാണ് മാറ്റപ്പാടത്തേക്ക് പോയത്. അതാവുമ്പോൾ വലിയ തിരക്കില്ലാതെ പർച്ചേസ് ചെയ്യാമല്ലോ എന്ന് കരുതിയാണ് പോയത്. അത്യാവശ്യം വീഡിയോസൊക്കെ എടുക്കാമല്ലോ. കാരണം രാത്രി ആയിക്കഴിഞ്ഞാൽ 1 ഇഞ്ച് സ്ഥലം ഉണ്ടാവില്ല, നല്ല തിരക്കായിരിക്കും. രാത്രി സമയങ്ങളിലാണ് വൻ തിരക്ക് അനുഭവപ്പെടുക. ഈ ചെറിയ മാറ്റത്തിനും വലിയ മരത്തിനും നല്ല തിരക്കായിരിക്കും. മഴക്കാലമല്ലേ വരുന്നതെന്ന് കരുതി 2 കുട വാങ്ങി. പിന്നെ മാമ്പഴം കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഒട്ടുതന്നെ വിടാറില്ല. അപ്പോൾ മാമ്പഴവും വാങ്ങി. ബുക്സ് കണ്ട പിന്നെ ഏട്ടൻ ആ പരിസരത്തുനിന്ന് പോകില്ല. ആളിത്തിരി വായനാശീലമുള്ള കൂട്ടത്തിലാണേ. ഈ വിഗ്രഹങ്ങൾ കണ്ടപ്പോഴാട്ടോ ഓർത്തത് 2022 ഏപ്രിൽ 17-ാം തീയതി ആയിരുന്നു ഞങ്ങളുടെ വീട് താമസം. അപ്പോൾ അന്ന് പൂജാമുറിയിൽ വെക്കാൻ വേണ്ടിയിട്ട് ഗണപതിയെ വാങ്ങിച്ചത് ഇവിടെ നിന്നാണ്. നല്ല ഭംഗിയുള്ള ഗണപതിയായിരുന്നു അത്.
അതുപോലെ വീട് താമസത്തിനായിട്ടുള്ള അത്യാവശ്യം കുറേ സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ വിഷുവാരത്തിന് പർച്ചേസ് ചെയ്തിരുന്നു. കാരണം വിഷു കഴിഞ്ഞ് പിറ്റേൻ്റെ പിറ്റേ ദിവസമായിരുന്നു ഞങ്ങളുടെ വീട് താമസം. വലിയ മാറ്റങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും വലിയ മാറ്റങ്ങളിൽ സമാധാനം കൊടുത്തിട്ടുള്ള പൊതുസമ്മേളനം. ഇത് മാറ്റച്ചന്ത തുടങ്ങിയ ഒരു 3-ാം ദിവസത്തെ രാത്രിയാണ്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ ദിവസവും പരിപാടിയൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ആളുകൾ സ്റ്റേജിന് മുൻപിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇടയ്ക്ക് പരിപാടിയുടെ ഇടയ്ക്ക് ഞങ്ങൾ പിള്ളേരായിട്ടൊന്ന് കറങ്ങി അവർക്ക് ഐസ്ക്രീമും മുളക് ബജിയൊക്കെ വാങ്ങിയൊക്കെ കൊടുത്തു. പാലിയം അംഗമായ നമ്മുടെ ഗായകൻ പി ജയചന്ദ്രൻ്റെ സ്മരണയ്ക്കായിട്ട് നടത്തിയ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹം പാടിയ ഗാനങ്ങൾ വെച്ചിട്ട്. അപ്പോൾ അത് ഈ ദിവസമായിരുന്നു. അപ്പോൾ എൻ്റെ ഏട്ടനും അതിൽ പങ്കെടുത്തിരുന്നു. ഒരുപക്ഷെ മലയാളത്തിലെ ഒരു പ്രണയഗാനം ഇത്രമേൽ വാത്സല്യ നിർഭരമായി ആലപിക്കപ്പെട്ട മറ്റൊരു പാട്ടുമില്ല എന്നാണ്. എൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയുണ്ട്? ും